Hi children, welcome to LK Illustra Maths class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th എക്സസൈസ് 5.1 ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സസൈസ് 5.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, എക്സസൈസ് 5.1. Then in each of the following situation does a list of numbers involved make an arithmetic പ്രോഗ്രഷൻ ആൻഡ് വൈ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ സബ്ബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് ദി എയർ റിമൈനിങ് ഇൻ ദി സിലിണ്ടർ അറ്റ് എ ടൈം. അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് എത്രയോ എമൗണ്ട് ഓഫ് എയർ അതിനകത്തുണ്ട്. നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് എയർ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിങ്ങനെ വാക്വം പമ്പ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈമിൽ എത്ര വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? 1/4 വെച്ചിട്ടാണ് വാക്വം പമ്പ് യൂസ് ചെയ്തുകൊണ്ട് സിലിണ്ടറിനകത്തുള്ള എയർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഇൻവോൾവ് മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. നമ്മൾ ഫസ്റ്റ് എന്താ കൊടുക്കേണ്ടത്? എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ സിലിണ്ടർ. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് സിലിണ്ടറിനകത്തുള്ള എമൗണ്ട് ഓഫ് എയർ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? എക്സ് യൂണിറ്റ്സ് എന്ന് നമുക്ക് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ എക്സ് എന്ന് കൊടുത്തു നമ്മൾ. ഇനിയോ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ present in cylinder after one time removal of air by vacuum pump. അപ്പോൾ ഫസ്റ്റ് ആദ്യം എക്സ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1/4 യൂണിറ്റ്സ് ആദ്യത്തെ തവണ റിമൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ എത്രയുണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതേണ്ടത്? കണ്ടോ, എക്സ് മൈനസ് 1/4 ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത്. അതായത് ഉള്ള യൂണിറ്റ്സ് എക്സ് ആണ്, ആ എക്സ് യൂണിറ്റ്സിൻ്റെ 1/4 ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ അല്ലേ? അതിനകത്തുള്ളത് എക്സ് യൂണിറ്റ്സ് ആണ്, ആ എക്സ് യൂണിറ്റ്സിൻ്റെ 1/4 ആണ്. സോ അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 1/4 ഓഫ് എക്സ് എന്ന് തന്നെ എഴുതും. വിച്ച് മീൻസ് വാട്ട്? ഇതാണ് എക്സ് മൈനസ് 1/4 ഇൻറ്റു എക്സ്. സോ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? ഈ എക്സ് ദെൻ മൈനസ് 1 ഇൻറ്റു എക്സ് എത്രയാ? എക്സ് തന്നെയാണ് /4. ഇവിടെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. എക്സ് ഇൻറ്റു 4 4x. ക്ലിയർ ആയില്ലേ? കണ്ടോ, ഇത് രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എക്സ് മൈനസ് x/4 എന്നാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നെ. സോ എക്സ് ഇൻറ്റു 4x മൈനസ് ഈ x/4. ക്ലിയർ ആയില്ലേ? ഇത് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിയേ. ഈ വെറുതെ ഒരു എക്സ് ആണ് ഇവിടെ കിടക്കുന്നത്, ബട്ട് എക്സിൻ്റെ മുന്നിൽ ആരുണ്ട്? ഒരു കോഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 1 ഉണ്ട് അല്ലേ? സോ 4ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടുക? 3x/4. സോ നമുക്ക് ആദ്യത്തെ എക്സിൽ നിന്ന് 1/4 ഓഫ് എക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x/4. സോ ഇപ്പോൾ എത്രയാണ് ഉള്ളത് സിലിണ്ടറിനകത്ത്? ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളത് 3x/4 യൂണിറ്റ്സ് ഓഫ് എന്താണുള്ളത്? എയർ ആണ്. ഇനിയും നമ്മൾക്കപ്പോൾ ഇനിയും രണ്ടാമത് നമുക്ക് ഇനിയും ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇനിയും അത് തന്നെ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് തന്നെ മീൻസ് എന്താണ്? 3x/4 എന്നുള്ള വെച്ചിട്ട്. ഇനി എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ ദ സിലിണ്ടർ ആഫ്റ്റർ 2 times റിമൂവൽ ഓഫ് എയർ. കണ്ടോ, ഇനി രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കണ്ടോ, ഇതാണത് 3x/4. നമ്മൾക്കിപ്പോൾ കിട്ടിയത് 3x/4 ആയിരുന്നു. 3x/4 മൈനസ് 1/4 ഓഫ് 3x/4. കണ്ടോ, 3x/4 പ്രസൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് എന്താണ്? ആ 3x/4ൻ്റെ 1/4 ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്തെഴുതാം? 3x/4 മൈനസ് 1/4 ഇൻറ്റു ഓഫ് മീൻസ് വാട്ട്? ഇൻറ്റു കേട്ടോ. സോ 3x/4. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നോക്കിയേ, 3x/4 എടുത്തെഴുതി മൈനസ് 1 ഇൻറ്റു 3x മീൻസ് വാട്ട്? 3x/16. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയിട്ട് സോൾവ് ചെയ്യുന്ന കാര്യം കുറച്ച് ഇതാണ്. നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. LCM കണ്ടിട്ട് വേണം നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ ഈക്വലൈസ് ചെയ്താൽ മാത്രമേ ഇതിന് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എങ്ങനെ നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ ഈക്വലൈസ് ചെയ്യുന്നത്? LCM കാണും അല്ലേ? LCM ഇവിടെ 16 കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് 16 കിട്ടിയത്? അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, 4ഉം 16ഉം എഴുതി, ദെൻ 2 ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 2 4ൽ എത്ര ടൈംസാണ് പോകുന്നത്? 2 ടൈംസ്. ഉണ്ടാവും. 2 2s are 4. ദെൻ 2 16ൽ എത്ര ടൈംസ് പോകും? 8 ടൈംസ്. സോ അഗെയിൻ നമ്മളിങ്ങനെ വരച്ചു, 2 ഇട്ട് കൊടുത്തു. ഇതിനകത്ത് എത്രയാണ്? 1 ഇൻറ്റു 2 2 അല്ലേ? ഇനി 2 8ൽ എത്ര ടൈംസ് പോകും? 4 times. 4 2s are 8. ദെൻ അഗെയിൻ 2 എടുക്കുക. 2 1ൽ പോവില്ല, അതുകൊണ്ട് 1 ഇറക്കിയിട്ടു. ദെൻ 4ൽ പോവില്ല. എത്ര ടൈംസ് പോകും? 2 2s are 4. ദെൻ 2
വീണ്ടും കൊടുത്ത് ഇതിൽ പോവില്ല, ഇവിടെ 1 ടൈം. അപ്പോൾ നോക്കിയേ 2 2s are 4, 4 2s are 8, 8 2s are 16. ക്ലിയർ? സോ അങ്ങനെയാണ് നമുക്ക് LCM 16 കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാർട്ടും കൂടി, ഇവിടെ ഓൾറെഡി 16 ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 16 ആകത്തക്ക രീതിയിൽ 4 ഇതിൽ എത്ര ടൈംസ് പോകും നോക്കാം. നമുക്ക് നല്ലപോലെ അറിയാമല്ലേ 4 16 എത്ര ടൈംസാണ്, 4 ടൈംസ്. സോ മൾട്ടിപ്ലൈ, ഇവിടെ ഡിനോമിനേറ്റർ ആണല്ലോ, ഡിനോമിനേറ്ററിനെ എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4. അതേ 4 കൊണ്ട് തന്നെ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, LCM 16 കിട്ടി. സോ ഈ 3x/4 എടുത്തു, മൈനസ് 3x/16 എഴുതി. ബട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇൻറ്റു 4 ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നോക്കിയേ 3x × 4 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 12x/16. 4 4s are 16, ദെൻ മൈനസ് 3x/16. നോക്കിയേ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഒരുപോലെ ആക്കി ഈക്വലൈസ് ചെയ്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം അല്ലേ. സോ 12 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12x - 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9x/16. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, എല്ലാ യൂണിറ്റ്സും നമുക്കൊന്ന് എടുത്തെഴുതാം, ഓരോ പ്രാവശ്യം റിമൂവ് ചെയ്ത് പോയതൊക്കെ. അതെ, എക്സ്, ദെൻ 3x/4, ദെൻ ലാസ്റ്റ് കിട്ടിയ എന്താണ്, 9x/16. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മളിവിടെ എന്താണ്, AP ആണോ അല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഓരോ പേര് കൊടുക്കുക. ഇത് ഫസ്റ്റ് നമ്പർ ആയതുകൊണ്ട് A1, സെക്കൻഡ് നമ്പർ ആയതുകൊണ്ട് A2, ദെൻ A3, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് കണ്ടെത്തണം. ഈ ഒരു APയുടെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അത് AP ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമല്ലോ. എങ്ങനെയാണ് അറിയുക AP ആണോ അല്ലേന്ന്? ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, അതേപോലെ ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒരേ നമ്പർ കിട്ടും. ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് സെയിം ആണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ AP ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, A2 മൈനസ് ഉണ്ടോ, ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്, A2 മൈനസ് A1. സോ A2 എന്ന് പറയുന്നത് 3x/4 ആണ്. ദെൻ A1 എന്ന് പറയുന്നത് -x. ഇത് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഞാൻ ക്രോസ് ചെയ്യണം കേട്ടോ. 3x/4, ദെൻ 4 × x മൈനസ് 4x. കണ്ടോ, 4 × x ആണ് ഈ കിടക്കുന്നത്, ക്രോസ് ചെയ്തതാണ് കേട്ടോ. ഇത് തമ്മിൽ ക്രോസ് ചെയ്യും, ക്രോസ് ചെയ്ത് ഇൻറ്റു ചെയ്യുക. സോ 3x/4 അങ്ങനെ തന്നെ എഴുതി. ദെൻ 4 × x വന്നപ്പോൾ എന്ത് കിട്ടി, -4x. ഇവിടെ നോക്കിയേ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിരിക്കുകയാണ്, 4ഉം 3ഉം ആണല്ലോ. സോ ഇത് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 4 - 3 ചെയ്താൽ എത്രയാണ് കിട്ടുക, 1 കിട്ടും അല്ലേ, 1 കിട്ടും. പക്ഷേ നമുക്കവിടെ 1 ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് എന്ന് മാത്രം ഇട്ടാൽ മതി, x/4. കാരണം വെറുതെ ഒരു എക്സ് കിടന്നാൽ അതിൻ്റെ മുന്നിൽ ആരുണ്ടെന്ന് അർത്ഥം, 1 ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നതെന്ന് നോക്കി, ഇതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ, 4 അല്ലേ. സോ 4ൻ്റെ മുന്നിൽ ഗ്രേറ്റർ നമ്പർ ആയതുകൊണ്ട് നമ്മളിവിടെയും ഇവിടെയും ഗ്രേറ്റർ നമ്പറിൻ്റെ മുന്നിൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെയും നെഗറ്റീവ് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ x/4 ആണ് നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയത്. ഇനി നമുക്ക് A3 - A2 എന്താണെന്ന് നോക്കാം. കണ്ടോ, A3 - A2 ഈക്വൽ ടു, A3 എന്ന് പറയുന്നത് 9x/16 ആണ്. ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നമ്മളുണ്ട്. ദെൻ എന്ത് ചെയ്തു, ഈ മൈനസ് ഇട്ടു. A2 എന്ന് പറയുന്നത് 3x/4 ആണ്. ഇവിടെയും അതുപോലെ തന്നെ അല്ലേ, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തല്ലേ 16. സോ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, 9x/16 തന്നെയാണ്. ഇവിടെയോ 3x/4 ആണല്ലോ, അതിന് 16ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 ഇതിലെത്ര ടൈംസും, 4 ടൈംസും ഇൻറ്റു 4, ദെൻ ന്യൂമറേറ്റർ ഇൻറ്റു 4. അപ്പോൾ 9x/16 minus 3 4s are 12x by 4 4s are 16. Clear? Then say 9x minus 12x. ഇനി നമുക്ക് ഈസി ആയിട്ടല്ലേ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, കാരണം ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്തു. 9x minus 12x എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 3x ആണ് by 16. ഈ നെഗറ്റീവ് സൈൻ എങ്ങനെയാണ് വന്നത്, 12ന് മുന്നേ ഒരു നെഗറ്റീവ് സൈനാണ് കിടക്കുന്നത്. ഇതിൽ വലുത് 12 ആണ്. സോ 12ന് മുമ്പിൽ കിടക്കുന്ന ഏത് സൈനാണോ അതാണ് നമ്മൾ ആൻസറിന് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ കണ്ടോ, A2 - A1 എന്ന് പറഞ്ഞപ്പോൾ ഡിഫറൻസ് കിട്ടിയത് എന്താ, -x/4 ആണ്. ബട്ട് ഇവിടെ A3 - A2 എന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടിയത്, കണ്ടോ, -3x/16. ഇത് രണ്ടും ഡിഫറെൻ്റ് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, A2 - A1 നോട്ട് ഈക്വൽ ടു A3 - A2. സോ ദിസ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് ഫോം ആൻ AP. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതൊരിക്കലും എന്താ ഒരു AP അല്ല, നമ്മൾ തെളിയിച്ചു. ക്ലിയർ ആയല്ലോ? സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.